അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ട് എവിടെ പോവാണെന്നല്ലേ, നമ്മുടെ 10th ലവ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിനൊരു ഡേറ്റ് നൈറ്റിന് പോവാന്ന് പറഞ്ഞു. ഹായ് കുട്ടാ. സാധാരണ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വർഷം തൊട്ട് ഹായും ജോയിൻ ചെയ്തു കേട്ടോ ആനിവേഴ്സറി സെലിബ്രേഷനിൽ. ഷൂ കാണിച്ചേ, പുതിയത് കാണിച്ചേ ഷൂ കാണിച്ചേ. നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ അവസ്ഥ. അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ എവിടെ പോകാൻ റെഡി ആവാൻ നേരത്തും. അപ്പൊ ഇന്ന് ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആണ്. ഫ്രൈഡേ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിന്നർ ഡേറ്റിന് പോകുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1 hour ജേർണി ഉണ്ട് വീട്ടിൽ നിന്ന്. ഇതിനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലേ നമുക്കൊരു ഹെൽപ്പർ ഉണ്ട് ഹയനെ നോക്കാനെന്ന്. പക്ഷെ ഇത്രയൊക്കെ ഹെൽപ്പർ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുവാണെന്ന് പറയുമ്പം ഹായ നമ്മുടെ പുറകെ ഒന്നും മാറില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ഇല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ് ഇത്. ഈ വ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീട് അന്ന് പണ്ട് വാങ്ങിച്ചത്. ഈ ട്രെയിൻ പോകുന്നതും ഈ പാർക്കും ആ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതും അതൊക്കെ ഭയങ്കര ഒരു അടിപൊളി വ്യൂ ആണ്. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. ഇതാണ് ബേസിക്കലി നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ. നിവിൻ പറയുന്ന കേട്ടാൽ തോന്നുന്നു നമ്മുടെ വീട് വരെ ട്രെയിൻ വരുമെന്ന്. പക്ഷെ ഒരു കാര്യമില്ല. നമുക്ക് സിറ്റിയിലേക്ക് പോകാനുള്ള ട്രെയിൻ എടുക്കണമെങ്കിൽ ഫസ്റ്റ് ആദ്യം ഒരു ബസ് എടുക്കണം. അതിന് ബസ് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്. ഏകദേശം ഒരു 7 minutes നടന്നിട്ട് വേണം നമുക്ക് ബസ് എടുക്കാൻ. അപ്പൊ നേരത്തെ നിങ്ങൾ കണ്ട അതേ റെയിൽവേ പാളം തന്നെയാണ് ഈ പാർക്കിന്റെ മുകളിലൂടെ പോകുന്നത്. സിംഗപ്പൂരിൽ നമ്മൾ ഫ്ലാറ്റുകളെ ബ്ലോക്കുകൾ എന്നാണ് വിളിക്കുക. അത് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഹൗസിംഗ് ഡെവലപ്മെന്റ് ബോർഡ് തന്നെ ബിൽഡ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ എല്ലാ അപ്പാർട്ട്മെന്റ് ക്ലസ്റ്ററിന്റെ ഉള്ളിലും അവർ ഒരു എക്സസൈസ് ഏരിയ, ജിംനാസ്റ്റിക്സ് ഏരിയ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള പാർക്കും കുറച്ച് സ്ലൈഡറും അങ്ങനെയൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് അണ്ടർഗ്രൗണ്ട് മെട്രോയിലാണ് കയറാൻ പോകുന്നത്. ഹായ് ആയിട്ട് പോകുമ്പം എപ്പോഴും നമ്മൾ സ്ലോ ആണ് കേട്ടോ. അതിന്റെ മെയിൻ കാരണം ഈ സ്ട്രോളർ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. സ്ട്രോളർ നമുക്ക് എസ്കലേറ്ററിലോ അല്ലെങ്കിൽ സ്റ്റെപ്സിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതിന് ലിഫ്റ്റ് തന്നെ വേണ്ടേ. അപ്പം സിംഗപ്പൂർ കുറച്ച് പോപ്പുലേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും സ്ലോ ആയി പോവും. ഹായ്ക്കുട്ടിൻ്റെ കയ്യിലിരിക്കുന്ന ആ ബുക്ക് കണ്ടോ, അത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അവളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഒത്തിരി നല്ലതാണ്. അതിൽ കുറേ അധികം ആക്ടിവിറ്റീസ് ആണ്. ഷൂ ലേസ് കെട്ടുക, സിബ് തുറക്കുക, അങ്ങനെ ബട്ടൺസ് ഇടുക, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് കുറച്ച് നേരം ആൾ അടങ്ങിയിരുന്നോളും. അപ്പോൾ അതേ നിബിനെ ഓൾറെഡി റെസ്റ്റോറൻറ്റിൽ നിന്ന് ആൾ വിളിച്ചു, നമ്മൾ എന്ത് വരാത്തതെന്ന് ചോദിച്ചിട്ട്. യൂഷ്വലി അവർ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് വേണ്ടിയിട്ട് 15 minutes വരെയൊക്കെ വെയിറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഡിപ്പെൻസ് ഓൺ ക്രൗഡാണ്. കാരണം വീക്കെൻഡൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല തിരക്കായിരിക്കുമല്ലോ. സ്ട്രോളർ ഉള്ളതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ നിബിനോട് പറയണം ഓടിപ്പോയിട്ട് ലിഫ്റ്റ് ഞെക്കിക്കോ, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയി പോകുന്നു. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് ഇങ്ങനെ ഹായ് ആയിട്ട് എപ്പോഴും വെളിയിൽ പോകുന്നത്, ട്രാവൽ ചെയ്യുന്നത്, മടിക്കില്ലേ എന്നൊക്കെ. അപ്പോൾ അതിനെല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ബേബി ആയിട്ട് എവിടെ പോയാലും നമ്മൾ നന്നായിട്ട് മടുക്കും. അവർക്ക് ഓരോ തവണയും ഓരോ മൂഡായിരിക്കും. പിന്നെ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തായാലും എഫോർട്ട് എടുക്കണം എന്നുള്ളത് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ബേബി ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്കത് ഓർക്കുമ്പം വളരെയധികം ഹാപ്പിനെസ് തരുന്ന കുറേ അധികം മെമ്മറീസ് ആയിരിക്കും. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം അവരും അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കാരണം അവർ വേൾഡ് കാണുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നു അതാണ് അവരുടെ ലോകം. കൂടുതലും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഗോർഡൻ റാംസയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നതെന്ന്. ബ്രെഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. പുള്ളിയുടെ ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിനാണ് ഗോർഡൻ റാംസെ ബ്രെഡ് സ്ട്രീറ്റ്. ആളെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, ദേ ആ കാണുന്നതാണ് ഗോർഡൻ റാംസെ. അപ്പം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മാസ്റ്റർ ഷെഫ് പ്രോഗ്രാംസിലൊക്കെ ഒത്തിരി അധികം ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം പുള്ളിയുടെ വേൾഡ് ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിനാണ് ഇത്. അത് സിംഗപ്പൂർ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും നാളും സിംഗപ്പൂർ ഉണ്ടായിട്ടും നമ്മൾ എപ്പോൾ കാണുമ്പോഴും പോകണം എന്ന് വിചാരിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഹൈപ്പും അതുപോലെ തന്നെ ബുക്കിംഗ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് നമ്മൾ ഇത്രയും നാളും പോകാതിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആണ്. സിംഗപ്പൂരിൽ തന്നെ അത് 2 ഫ്ലോറിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ഓക്യുപ്പൻസി ഉണ്ട്. എന്നിരുന്നാലും അത് ഓൾമോസ്റ്റ് എവറി ടൈം അത് ഫുള്ളായിരിക്കും റിസർവേഷൻ. എന്തോ ഭാഗ്യത്തിന് ഈ വീക്കെൻഡിൽ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ബ്രിട്ടീഷ് ഷെഫാണ്. TV പ്രോഗ്രാംസിലൂടെയാണ് ആൾ ഫേമസ് ആയി വന്നത്. ഹെൽസ് കിച്ചൺ, മാസ്റ്റർ ഷെഫ്, DF വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസിലാണ് കൂടുതലായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഗോർഡൻ റാംസെ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഒരു കർക്കശക്കാരനായ ഷെഫാണ്. അപ്പം നമ്മൾ പുള്ളിയുടെ പ്രോഗ്രാംസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. പുള്ളി റിവ്യൂസ് പറയുമ്പോൾ, ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പം എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അതിനകത്തുണ്ടാവും. ഷെഫാണെങ്കിലും ബിസിനസ് അറിയാവുന്ന ഷെഫാണ് കേട്ടോ. ആൾക്ക് 58 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് വേൾഡ് വൈഡ്.
അതെല്ലാം തന്നെ പല പേരുകളിലും പല ബ്രാൻഡുകളിലുമായിട്ടാണ്. അപ്പോൾ പുള്ളിയുടെ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ ഫേമസ് ഷെഫുകളും അതുപോലെ തന്നെ ഫുഡിനെ ഇഷ്ടപ്പെടുന്നവരും ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സിലെല്ലാം പോയി ഫുഡ് കഴിച്ച് റിവ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ട് 10 വർഷമായി. അതിൻ്റെ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെയായിരുന്നു. പക്ഷേ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഹായൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് എന്തുകൊണ്ടോ അതിന് പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തത്. എന്താണ് നമ്മുടെ ഹൈപ്പിനൊത്ത റെസ്റ്റോറൻറ്റ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ 2 നിലയിൽ, മുകളിലത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റ്, താഴെ ബാർ മാത്രമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളെ അവർ മുകളിലേക്ക് പറഞ്ഞു വിട്ടത്. ഈവൻ ദോ നമ്മൾ ലേറ്റ് ആയിരുന്നെങ്കിലും നമ്മുടെ സീറ്റ് അവിടെ റിസർവ്ഡ് ആയിരുന്നു. ഹായ്ക്കുള്ള ബേബി സീറ്റ് അടക്കം അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബട്ട്ലർ വന്നിട്ട് നമ്മളെ ഇരുത്തുന്നു, അതുപോലെ തന്നെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. നമുക്ക് കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആയിട്ട് തോന്നും. എസ്പെഷ്യലി എനിക്ക് നമ്മുടെ പുറകെ നടന്ന് അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മറീന ബേയുടെ വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് അതൊന്നും ശീലമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഹായ്ക്കുട്ടന് അവർ ബേബി പ്ലേറ്റും സ്പൂണും ഫോക്കൊക്കെ ആൾക്ക് കൊണ്ടേ കൊടുത്തു. പക്ഷെ ആളെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ മുഴുവൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് പാട്ടുള്ളത് കൊണ്ട് കുറച്ച് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ആനിവേഴ്സറി ഒക്കെ അല്ലേ, ഒന്ന് വഴക്കിട്ടില്ലെങ്കിൽ എന്തായാലും. ഞാനും നിബിനും വഴക്കി വെച്ചിട്ട് നല്ലോണം അടിയായി കേട്ടോ. അതുകൊണ്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നത്. എന്നാൽ ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് ഞാനും. എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ പറയില്ല, അവനോട് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഹായ്ക്കുട്ടൻ ഫുൾ ഓൺ ആയിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവർക്കും ഹായും അതുപോലെ തന്നെ ഹൈഫൈ ഒക്കെ കൊടുത്തിട്ടാണ് ആളിരിക്കുന്നത്. ഫസ്റ്റ് അവർ സെർവ് ചെയ്തത് ഈ ബ്രെഡാണ്. അതൊരു ഇറ്റാലിയൻ ബ്രെഡാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയില്ല. ഫൊക്കാറ്റയാന്ന് തോന്നുന്നു. 2 മോക്ടെയിലും ഓർഡർ ചെയ്തു നമ്മൾ. അതുകൂടാതെ മെയിൻ കോഴ്സും ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാനും നിബിനും 12 വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുന്നത് സിംഗപ്പൂർ വെച്ച്. അപ്പം ഞാൻ നിബിൻ്റെ ജൂനിയർ ആയിട്ടാണ് സിംഗപ്പൂരിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ. അപ്പം നമ്മൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. ഈ 10 വർഷം കൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും 2 റിലീജിയനിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വളരെയധികം ഈസി ആയിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്തു. പക്ഷേ നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ കുറേ അധികം ടെൻഷൻ അടിച്ചിരുന്നു. എന്താകും 2 ഫാമിലീസ്, 2 റിലീജിയനിൽ വരുന്നവർ, അവരെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ കൂടെ ലക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ഫോർ അവർ പേരൻസ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് 2 രീതിയിലും കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ ഈ ഹായ്ക്കുട്ടനുണ്ടായി. ഇപ്പോൾ ഹായ്ക്കുട്ടനെയും കൊണ്ടുവന്ന് നമുക്ക് 10ാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീലെന്ന് പറയുന്നത് വേറൊരു ലെവലാണ് കേട്ടോ. പ്രേമിച്ച് കല്യാണം കഴിച്ച് അതിൻ്റെ ഒരു ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഉള്ളൊരു സുഖം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ ഹായ്ക്കുട്ടന് നമ്മൾ മാക്ക് ആൻഡ് ചീസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. യൂഷ്വലി ഹായ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ കുറച്ചൊക്കെ ഫുഡ് കഴിക്കാറുണ്ട്. ഇന്നാൾ ഒരു രക്ഷയില്ലായിരുന്നു, ഒട്ടും കഴിക്കുന്നുമില്ലായിരുന്നു. എന്നെ കഴിക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ ഓൾറെഡി മടുത്താണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഹായ നന്നായിട്ട് ബഹളം വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മടുപ്പുണ്ട്. ഫുഡൊന്നും അധികം കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്താണ് തെറ്റ്. അവളുടെ സ്ലീപ്പിംഗ് ടൈമിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നത് നമ്മുടെ തെറ്റല്ലേ. പക്ഷേ എന്തോ ആ ബീഫിൻ്റെ ഐറ്റം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. ഒരു സ്റ്റാർട്ടറാണ്, അപ്പറ്റൈസറാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എനിവേ ബീഫ് സ്ലൈസും അതുപോലെ തന്നെ കുറച്ചധികം ചീസുമാണ്. പല വെറൈറ്റി ചീസസ് ഉണ്ടായിരുന്നു. ചീസസിൻ്റെ ഫ്ലേവറും പേരും ഒന്നും എനിക്ക് അറിയില്ല. പക്ഷേ അത് കുറച്ച് എനിക്ക് റീഫ്രഷിംഗ് ആയിട്ട് തോന്നി. നല്ലൊരു ഡിഷായിരുന്നു അത്. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരും പറയുന്നത് ഓവർ ഹൈപ്ഡ് ആണെന്നാണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത ഡിഷസിൻ്റെ കുഴപ്പം കൊണ്ടാണോ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നല്ല ഫുഡീസാണ്. അതുപോലെ തന്നെ പ്ലേറ്റിൽ ഒരു സാധനം നമ്മൾ ബാക്കിയും വെക്കില്ല. എത്ര വയറ് നിറഞ്ഞാലും നമ്മളത് ഫുള്ള് കഴിച്ചു തീർക്കാൻ നമ്മൾ ശ്രമിക്കും. അത്രയും ഫുഡീസാണ് നമ്മൾ രണ്ടുപേരും. ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിൽ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഓർഡറിലാണല്ലോ നമുക്ക് സെർവ് ചെയ്യുള്ളൂ. ലൈക്ക് സ്റ്റാർട്ടർ, അപ്പറ്റൈസർ, പിന്നെ അല്ലേ മെയിൻ കോഴ്സൊക്കെ കൊണ്ട് തരുള്ളൂ. അപ്പോൾ മെയിൻ കോഴ്സൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹായ്ക്കുട്ടൻ അവിടെ നിന്ന് പൊങ്ങി തുടങ്ങി. ആൾക്ക് അവിടെ നിന്നിട്ട് ഇറിറ്റേഷൻ ആയി തുടങ്ങി, ഉറക്കം വരാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ അവിടെ ആ ചില്ലിൻ്റെ മിററിൻ്റെ അപ്പുറത്തായിട്ട് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കുറേ കുട്ടികളിരുന്ന് കളിക്കുന്ന കാണുന്നുണ്ട് ആൾ. അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ കുറച്ച് നേരം നമുക്ക് പോയി നിന്നിട്ട് വരാം, അപ്പോഴേക്കും മെയിൻ കോഴ്സ് വരുമല്ലോ എന്ന്.
പുറത്ത് കഴിക്കാൻ പോകുമ്പോൾ ഞാനും നിവിനും എപ്പോഴും ടേൺ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഹായനെയും കൊണ്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ അത് ബെറ്ററായി വരുന്നുണ്ട്. ഹായ് വലുതാകുന്നോറും അവൾ തന്നെ മാനേജ് ചെയ്യാനൊക്കെ പഠിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ടോയ്സ് ഒക്കെ കയ്യിൽ കരുതുകയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ അവൾ തന്നെ ഇരിക്കും. പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ ഫോൺ കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ എത്രയൊക്കെ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ നോക്കിയാലും നമ്മൾ തന്നെയാണെന്നുണ്ട്, അതുപോലെ ഇതുപോലെ പുറത്തൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം 15 മിനിറ്റ്സിൽ കൂടുതൽ ഫോൺ കൊടുക്കാറില്ല ആൾക്ക്. അങ്ങനെ ഫൈനലി മെയിൻ കോഴ്സും വന്നു. മെയിൻ കോഴ്സ് ഇരിക്കുന്ന കണ്ടിട്ട് തന്നെ നമുക്ക് വായിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എസ്പെഷ്യലി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അതുകൂടാതെ ഹായനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ അത് കാരണം ആ മെയിൻ കോഴ്സ് കണ്ടിട്ട് എനിക്ക് കഴിക്കാനായിട്ട് ധൃതിയായിട്ട് വയ്യ. അമ്മയായതിനു ശേഷം അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും നമുക്ക് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാതെ വരുന്നത്. അടിപൊളി നമ്മൾ ആദ്യമായിട്ട് ഇത്ര നല്ല ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ദുഷ്ടൻ അവൻ എന്നെ അത് പറഞ്ഞ് കൊതിപ്പിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അവനൊരു പീസ് കട്ട് ചെയ്ത് തന്നു. അത് ഞാൻ ഹായനെ വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബിൻ അത്യാവശ്യം മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയാതെ ആൾ ചെയ്തു തരില്ല. പക്ഷേ ഹായ വന്നതിന് ശേഷം ഒത്തിരി മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും ആൾ കുറേ അധികമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹായനെ ഉറക്കാനും അതുപോലെ തന്നെ ഫീഡ് ചെയ്യാനൊക്കെ ആൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല ആണുങ്ങളും ചെയ്യാത്ത ഒരു കാര്യമാണ് അത്. എന്നാൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം കപ്പിൾസ് അവർ തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യുന്നത്. അവരറിഞ്ഞ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിക്കുക, അത് തന്നെയാണ് നമുക്ക് വഴിയുള്ളൂ. എന്നിട്ടും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നോ ചോയ്സ്, യു ചൂസ് ദ റോങ് പാർട്ട്ണർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹായ്ക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. സിംഗപ്പൂർ ഏത് ബിൽഡിംഗ് ആണെങ്കിലും ഷോപ്പിംഗ് മാൾ ആണെങ്കിലും മറ്റേത് ബിൽഡിംഗ് ആണെങ്കിലും നമുക്ക് ടോയ്ലറ്റ്സിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇതുപോലെ നേഴ്സിംഗ് റൂമുകൾ ഉണ്ടാവും. സെപ്പറേറ്റഡ് റൂംസ് ആണത്. ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സ്റ്റേഷൻ ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ നേഴ്സിംഗ് റൂം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പാല് കൊടുക്കാനും അതുപോലെ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനും ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ നേഴ്സിംഗ് റൂമിൽ നമുക്ക് ഡയപ്പർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ കുപ്പി നമ്മുടെ മിൽക്ക് ബോട്ടിൽസ് കഴുകാനും അവിടെ നിന്ന് ചൂടുവെള്ളം എടുക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹായനെ ഇവിടെ നിന്ന് തന്നെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവൾ ഉറങ്ങുവാണെങ്കിലും നമുക്ക് വീട്ടിൽ ചെല്ലുമ്പം ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ അത്. ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം നമ്മൾ മറീന ബേ സാൻഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറീന ബേ സാൻഡ്സിൻ്റെ ഷോപ്പിംഗ് മാളിലായിരുന്നു ഇത്രയും നേരം നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഐക്കോണിക് ബിൽഡിംഗ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ പോലെ ആയതുകൊണ്ട് രാത്രിയാകുമ്പം അവിടെ വാട്ടർ ഷോ ഉണ്ട്, വാട്ടർ ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഹായ്ക്ക് അത് കുറച്ച് തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമ്മുടെ സിംഗപ്പൂരിൻ്റെ മറീന സെൻറ്ററാണ്. വെള്ളവും അതുപോലെ തന്നെ ബിൽഡിങ്സും ലൈറ്റ് ഷോയൊക്കെ ആയപ്പോൾ രാത്രി നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. തിരിച്ചു പോകാൻ നേരത്ത് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പിണക്കമൊക്കെ മാറ്റി തിരിച്ച് വീട്ടിലേക്ക് പോയി.